പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ എങ്ങും പോയില്ല. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ കിടക്കുകയായിരുന്നു. ഞാനല്ലാതെ കിടക്കുകയായിരുന്നു. എന്നെ മറന്നു കിടക്കുകയായിരുന്നു. എന്നെ ഓർമ്മിക്കാതെ കിടക്കുകയായിരുന്നു. കാരണം 30-ാം തീയതി 31-ാം തീയതി 2 ദിവസങ്ങളിലായി കടുത്ത ശരീരവേദന കാരണം 31-ാം തീയതി രാത്രി കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എറണാകുളത്ത് ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് അജേഷ് വിളിച്ചതുകൊണ്ട് ഞാൻ പോയി. എനിക്ക് പോകാൻ ഇഷ്ടം പകൽ ട്രെയിനിൽ AC ചെയർ കാറിൽ ഇരുന്ന് പോകാനാണ്. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത്തരം ട്രെയിനുകളിലൊന്നും സീറ്റ് കിട്ടിയില്ല. വന്ദേ ഭാരത്, ഉച്ചയ്ക്ക് ശേഷമുള്ള മറ്റു പല ട്രെയിനുകൾ, എന്തിനാണ്, ആർക്കാണ് ഇത്രയും സ്പീഡിൽ യാത്ര ചെയ്യേണ്ടത് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നവരോട് എന്തും പറയാനാണ്. നിങ്ങൾക്ക് അത്യാവശ്യമായി സൗകര്യപ്രദമായി യാത്ര ചെയ്യണമെങ്കിൽ യാത്രാ സൗകര്യമില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കാർ ഉപയോഗിക്കണം. നിങ്ങൾ കാർ ഉപയോഗിക്കാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്മ്യൂട്ട് ചെയ്യൂ എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ്, സർക്കാരാണ് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിത്തരാൻ മനസ്സില്ലാതെ മനസ്സോടുകൂടി നമ്മെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. പിന്നെ KSRTC, അതാ ബസ്സുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഞാൻ കയറിയ ഒരു സൂപ്പർ ഡീലക്സ് AC വോൾവോ, ഈ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടു പോകുന്നതാണ്. ഒരു 10 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്നാണ്. വേണമെങ്കിൽ KSRTC 1.5 വർഷം പഴക്കമേ ഉള്ളൂ എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞു കളയും. അതിപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം കള്ളവും അർദ്ധസത്യവും ഒക്കെ പറയാൻ വളരെ ബിരുദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തിരിച്ചിങ്ങോട്ടുള്ള യാത്രയിൽ AC-യും ഇല്ല. എന്തായാലും ഇൻഫ്ലുവൻസ എന്നെ എവിടെയോ വെച്ച് പിടികൂടി. തിരിച്ചു വന്ന് 30-ാം തീയതിയും 31-ാം തീയതിയും 31-ാം തീയതി രാവിലെ, 30-ാം തീയതി രാത്രി ഉറങ്ങിയില്ല. ഈ ഉറങ്ങാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ഉറങ്ങാനായിട്ട് ശരീരവും മനസ്സും അങ്ങനെ വല്ലാതെ വെമ്പുകയാണ്. 2 ദിവസത്തെ ഉറക്കക്കുറവുണ്ട്. ഉറങ്ങാനായിട്ട് ഉറക്കത്തിലേക്ക് ചാഞ്ഞു വരുമ്പോൾ പൊടുന്നവനെ അതിൽ നിന്ന് വഴുതി മാറുന്നു. ചില സ്വപ്നങ്ങൾ പോലെ, തോന്നലുകൾ പോലെ സ്വബോധത്തോടുകൂടി തന്നെ ഉറക്കമില്ലായ്മയിൽ തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ കഫം കെട്ടുന്നത് പോലെ എൻ്റെ അബോധ മനസ്സെന്നോട് പറയുന്നു, ആ മൗസ് ഉപയോഗിച്ച് ഈ കഫത്തിനെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് പുറത്ത് കളയുമോ? അപ്പം തന്നെ ബോധ മനസ്സ് പറയും, അതിന് മൗസ് എവിടെ, കഫം എവിടെ? സാധ്യമല്ലാത്ത കാര്യമല്ലേ. അങ്ങനെ ഓരോ സെക്കൻഡും ഓർമ്മയോടുകൂടിയും എന്നാൽ കഷ്ടപ്പാടോടുകൂടിയും നേരം വെളുപ്പിച്ചു. നേരം വെളുത്തിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ കലശലായ ക്ഷീണം. രാത്രിയും
കലക്ഷലായ ക്ഷീണം, അതായത് ശരീരത്തെ പിഴിഞ്ഞെടുക്കുന്നത് പോലത്തെ ക്ഷീണമാണ്. അത്തരം ഒരു അനുഭവം നമ്മുടെ ഭാഷാ പരിമിതി കൊണ്ട് ഞാൻ എത്രത്തോളം നിങ്ങളോട് പറഞ്ഞാലും അത് എൻ്റെ വികാരത്തെ അതേപടി പ്രതിഫലിപ്പിക്കാനാവാത്തതാണ്. അതാണ് ഈ വികാരവും വിക്ഷോഭവും വിചാരവും തമ്മിൽ വാക്കുകളായി വരുമ്പോഴുള്ള വ്യത്യാസം. അവിടെ നമുക്ക് ഭാഷാപരിമിതമായ എന്താ പറയുക പരിമിതി, അത് ഭാഷാ പരിമിതി മാത്രമല്ല, നമ്മുടെ മസ്തിഷ്ക പരിമിതി കൂടിയാണ്. എന്തായാലും PRS ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ സുകേഷ് സ്ഥിരമായി കാണുന്ന ഡോക്ടറാണ്. ഞാൻ സുദീർഘമായി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചില ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, സംഭവങ്ങൾ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ അത്രമാത്രമേ പറയുന്നുള്ളൂ. അപ്പം സുകേഷ് ഡോക്ടർ 2 മണി വരെ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ 1 മണിയായി. അവിടെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വരും, വൈറൽ ഇൻഫെക്ഷൻ ആകാനാണ് വഴി, നിങ്ങൾ എളുപ്പം ചെന്ന് ടെസ്റ്റ് ചെയ്ത് വരൂ, ഞാൻ റിസൾട്ട് നോക്കട്ടെ. ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ മരുന്ന് എഴുതി തന്നിരുന്നു. അതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം എഴുതി അത് ടെസ്റ്റ് ചെയ്തു. ഒരു ഇൻട്രാവെനസ് ട്രിപ്പ്, അതിലേക്ക് വേണ്ടിയിട്ട് മരുന്നും അതിൻ്റെ ഉപകരണങ്ങളും എഴുതിയിരുന്നു. ഞാൻ ഫാർമസിയിൽ പോയി, നല്ല തിരക്കാണ്. പൊതുവേ PRSൽ ഞാൻ കാറ് ഓടിച്ചു പോകാറില്ല. കാരണം അവിടെ കൊണ്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറത്തെ മെനക്കെടാണ്. അത്രയ്ക്ക് തിരക്കാണ്. എല്ലാ സർക്കാർ ആശുപത്രികളും എല്ലാ ബഹുജന കേന്ദ്രങ്ങളും തിരക്കോട് തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഗുണം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. ചെയ്യുന്ന കച്ചവടം വിപുലമായി തന്നെ നടക്കുന്നത് ഈ ജനസംഖ്യ തിരക്കു കാരണമാണ്. എങ്കിൽ പോലും ചില അവസരങ്ങളിൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ, ആവശ്യത്തിന് ട്രെയിൻ ഇല്ലായ്മ, ഉള്ള ട്രെയിനിൽ തിരക്ക്. അപ്പം ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാൻ ഫാർമസിയിൽ പോയപ്പോൾ അവർ ഒരു മരുന്നെടുത്തു തന്നു. ഇത് കുത്തിവെക്കാനുള്ള ഇഞ്ചക്ഷൻ മുറിയിൽ പോയപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു, ഈ മരുന്ന് മാത്രം പോരാ, ഇത് കുത്തിവെക്കാനുള്ള ഫ്ലൂയിഡ് കൂടെയുണ്ട്, അത് നിങ്ങൾ വാങ്ങിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, സ്ലിപ്പ് കാണിച്ചിട്ടാണ്. ഞാൻ വേച്ച് ഇഞ്ചിഞ്ച് മുന്നോട്ട് വെച്ചാണ് നടക്കുന്നത്. എനിക്ക് നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഒറ്റയ്ക്കുമായിപ്പോയി. എൻ്റെ ഭാര്യയ്ക്കും സുഖമില്ലാതെ അവള് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാഫ് എടുത്ത് തരാത്തതാണ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഒരു സർക്കാർ മിഷനറി പോലെ തിരക്ക് അവിടെ വരുന്നത് കാണും. ഞാൻ നേരെ തിരിച്ച് ഫാർമസിയിൽ വന്നു. അവിടെ ഉടക്കാനും പിടിക്കാനും ഒന്നും പോയില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മരുന്ന് വാങ്ങിച്ചു. അതായത് മരുന്ന് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ കാണിക്കേണ്ട ജാഗ്രത. ഒരു രോഗി വന്നാണ് മരുന്ന് വാങ്ങിക്കുന്നത്, രോഗിയോ കൂട്ടിരിപ്പുകാരനോ. നിർഭാഗ്യവശാൽ ഞാൻ രോഗിയായിപ്പോയി. ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും ഫാർമസി വരെ പോയി തിരിച്ചു വന്ന ഈ നടപ്പുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടപ്പ്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുത്തിൻ്റെ നരകം. കഠിനമയ്യപ്പ എന്ന് പറയുന്നത്. ഈ മുത്ത് പെണ്ണുങ്ങളെ പൊക്കി തലമുടിയിൽ കെട്ടി തൂക്കി തീയിട്ട്, അത് ആ നരകമാണ്.
എന്തായാലും ഞാൻ പിന്നീട് ഉടനെ തന്നെ എൻ്റെ ഒരു ബൈസ്റ്റാൻഡറിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഡ്രൈവറെ വിളിച്ചു വരുത്തി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടിരുത്തി. ഞാൻ പറഞ്ഞു എനിക്കിരിക്കാൻ മേല. ഇതിനിടയ്ക്ക് ഞാൻ ഫാർമസിയിൽ നിന്ന് തന്നെ പറഞ്ഞു എന്നെ വീൽ ചെയർ വേണം കൊണ്ടുപോകാനായിട്ട്, എനിക്ക് നടക്കാൻ വയ്യ. അങ്ങനെ വീൽ ചെയറിലാക്കിയാണ് കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ ആ വീൽ ചെയറിൽ ഇരുത്തി തന്നെ എനിക്ക് ഈ മരുന്ന് കുത്തിവെക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുകയല്ല പൊന്നെ, എവിടെയെങ്കിലും ഒന്ന് കിടത്ത്, താഴെയാണെങ്കിലും വേണ്ടില്ല. അവർ ഒഴിവുണ്ടായിരുന്നു കോട്ടിൽ. ഇങ്ങനെ ആ കട്ടിലിൽ കിടത്തി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം ഞാനിത് പ്രധാനമായി പറയുന്ന തിരക്കിൻ്റെയും അനാസ്ഥയുടെയും കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ഈ ബോധ നിലവാരത്തെ നമ്മൾ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മുടെ ഓർമ്മകൾ. എന്തുകൊണ്ടാണ് ഈ കഫക്കെട്ടിനെ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് പറയുന്നത്? എപ്പോഴും കോപ്പി പേസ്റ്റ് ആണല്ലോ തൊഴിൽ എല്ലാ കാര്യത്തിലും. നമ്മളെപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതൊരു വഴിയാണ് എന്നുള്ള ഒരു ബോധ നിലവാരത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നതിൻ്റെ ഒരു രീതിയാണ് അവിടെ കണ്ടത്. അത് പിന്നെ അവിടെ പറയാനുള്ള കാരണം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കാര്യം കൂടെ പറഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഡോക്ടറെ അടുത്ത് വന്നു. സ്റ്റെപ്പ് കയറിയാണ് വരാനുള്ളത്, പക്ഷേ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, വീൽ ചെയറിനെയൊക്കെ ഉപേക്ഷിച്ച് ലിഫ്റ്റിൽ കയറി ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴത്തേക്കും എൻ്റെ സ്റ്റാഫ് വന്നു. ഡോക്ടർ പൊക്കഴിഞ്ഞു. 2 മണിയാണ് ഡ്യൂട്ടി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം കലശലായ വേദനയല്ല, ക്ഷീണം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രത്തോളം ഭീമാകാരം, അത്യുഗ്രം, കഠോരം എന്നൊക്കെ പറയാവുന്ന രീതി. ഞാനൊരു 4-4:30 ആകുമ്പോൾ ഡോക്ടർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ്, കിട്ടിയ റിസൾട്ടിൻ്റെ ഇമെയിൽ ഫോർവേഡ് ചെയ്തിട്ട്. ഡോക്ടർ നോക്കിയില്ല. തിരക്ക് കാരണമായിരിക്കാം. അവിടെയും തിരക്കാണ് കണ്ടു. ഡോക്ടർ രാവിലെ 7 മണിക്ക് ജോയിൻ ചെയ്താൽ 2 മണി വരെ ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ വീട്ടിൽ അദ്ദേഹത്തിന് 5 മുതൽ 7 വരെ OP. അദ്ദേഹം വെൽമാൻ എന്നൊരു ഗുളിക ബൂസ്റ്റിന് വേണ്ടി കഴിക്കുന്ന ആളാണ്. എന്നോടും കഴിക്കാൻ പറഞ്ഞു. അപ്പം തിരക്ക് എന്നെ എങ്ങനെയെല്ലാം, സാധാരണഗതിയിൽ ഈ തിരക്കൊക്കെ നമ്മൾ വലിയ കാര്യമാക്കാതെയൊക്കെ പോകും. ശരീരം ഒന്ന് പതറുമ്പോൾ, കൂട്ടത്തിൽ നിൽക്കാനൊക്കാതെ ആകുമ്പോൾ, ഒന്നഞ്ഞു പിടിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ വല്ലാതെ സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയാണ് തിരക്ക് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പം ഈ കടുത്ത ശരീരവേദനയുള്ളപ്പോൾ, ശരീരക്ഷീണമുള്ളപ്പോൾ, ഞാൻ വേദന എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ പലതും ആലോചിക്കാറുണ്ട്. സുന്ദരമായ പല കാര്യങ്ങളെ, ഭാവി, കഴിഞ്ഞുപോയത്, പുഷ്പങ്ങൾ, വനങ്ങൾ, മൃഗങ്ങൾ, കാഴ്ചകൾ, സുഹൃത്തുക്കൾ, സിനിമകൾ, അങ്ങനെ എന്തും. അതിൽ നിന്നൊക്കെ സ്വപ്നങ്ങൾ രൂപപ്പെട്ടു വരും. മനോഹരമായ സ്വപ്നം, മറക്കുന്നതും മറക്കാത്തതും. ഞാൻ പല സ്വപ്നങ്ങളെയും നല്ലതിനെ ഓർമ്മിപ്പിച്ചു വയ്ക്കും. പിന്നീട് ഉറക്കം വരാത്ത രാവുകളിൽ അത് വെച്ച് വിശകലനം ചെയ്ത് ഉറക്കത്തിലേക്ക് വഴുതി വീഴാനുള്ള എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. ഒരു 8-10 സ്വപ്നങ്ങൾ എപ്പോഴും എൻ്റെ സ്വപ്ന ബാങ്കിൽ നിക്ഷിപ്തമാണ്. ആവശ്യത്തിന് പുറത്തെടുത്ത് ഊർജം സംഭരിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണ് നിദ്രയിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. കാര്യം ക്ഷീണമാണ്. ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കും ആരോഗ്യമുള്ള മനസ്സിന് അസ്ഥിവാരം, ഫൗണ്ടേഷൻ. ഈ ആരോഗ്യം തെറ്റിക്കഴിഞ്ഞാൽ, ഞാൻ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധനെ അല്ല കേട്ടോ.
എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തുക. ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ആരോഗ്യമുള്ളൊരു മനസ്സിൻ്റെ കെട്ടുറപ്പിൻ്റെ നിദാന ശക്തി. ഇവനൊന്ന് പിടി അയഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പിടി അമ്പേ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാകണോ അല്ലേ അറിയില്ല. എന്തായാലും രാത്രി തന്നെ കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം കിംസിൽ പോയപ്പോഴുള്ള അവസ്ഥ, കിംസിൻ്റെ എമർജൻസി വിങ് കാഷ്വാലിറ്റി, അവിടെ പോയപ്പോൾ ഒരു സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ കിടക്കാൻ പോലും പറ്റാതെയാണ് പോയത്. അവിടെ പോയി ഇരിക്കേണ്ടി വന്നു. പക്ഷെ പ്രഥമ രീതിയിൽ അത് പറ്റില്ല. വാസ്തവത്തിൽ ഞാൻ ആലോചിച്ചത് ആംബുലൻസ് വിളിച്ച് പോകാമെന്നാണ്. പിന്നെ ആംബുലൻസ് വിളിച്ച് അത് വരാനുള്ള താമസം ഒക്കെ കണക്കെടുത്തുകൊണ്ടാണ് കിട്ടിയ ഒരു ഊബറിൽ എളുപ്പത്തിലേക്ക് പോയത്. അപ്പം ഞാൻ ഒരു മെയിൽ നേഴ്സാണ്. പുള്ളിക്കാരനോട് പറഞ്ഞു, മോനെ എനിക്ക് ഇരിക്കാൻ വയ്യ കേട്ടോ, അങ്കിളെ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കേണ്ടി വരും. കാരണം എല്ലാ ബെഡും ഫുള്ളാണ്. ഏതെങ്കിലും ഒന്ന് ഒടിയട്ടെ, ആദ്യം മാമനെ ഞാൻ പരിഗണിക്കാം. ഒരു 10-15 മിനിറ്റ് വരെ മുത്തിൻ്റെ നരകം കിംസിലും ഉണ്ടായിരുന്നു. PRSലുണ്ടായിരുന്നു, കിംസിലും ഉണ്ടായിരുന്നു. തിരക്കാണ് കാരണം. കിംസിൻ്റെ എന്താ പറയുക, കാഷ്വാലിറ്റി വളരെ വിപുലമാണ്. ഒരു നല്ലൊരു പട തന്നെ സന്നാഹമായി നിൽപ്പുണ്ട്, ഡോക്ടർമാരുടെ കൂട്ടം. ഒരു കാര്യം കൂടെ പറയാം, ഇതിൽ ജൂനിയർ ഡോക്ടേഴ്സ് പലരും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ ചിലരുടെ മിടുക്ക് കാണുമ്പോൾ വല്ലാത്ത ഒരു വല്ലാത്ത ബാക്കി വർത്തമാനം വരുന്നില്ല. ചിലരങ്ങ് കയറി ഓവർടേക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഒക്കെ. അപ്പം ഒരു പെൺകുട്ടി വന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൾ സ്റ്റെതസ്കോപ്പ് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് തോളിൽ ഇങ്ങോട്ട് തലോടൽ പോലെ, സമാധാനപ്പെട്ട് നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന നിലയ്ക്ക്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു റൈറ്റസ് അപ്രോച്ചാണ്. എന്തായാലും അങ്ങനെ ഒരു തിരക്ക്. അത് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടിയപ്പോൾ കിടപ്പിന് ബെഡ് കിട്ടിയപ്പോൾ മുതൽ യുദ്ധാരംഭം പ്രഖ്യാപിക്കുകയാണ്. അതായത് ഞാൻ കണ്ടിട്ടേയില്ലാത്ത, നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കാത്ത വൈറസ്, ഫ്ലൂ എ, ഇൻഫ്ലുവൻസ, നമ്മുടെ H1N1 അതുപോലത്തെ ഒരു സാധനം. ഇവൻ എൻ്റെ സെല്ലുകളിൽ എങ്ങനെ പ്രവേശിക്കും? സെല്ല് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവനകത്ത് പ്രവേശിച്ച്, ഇവന് സെല്ലില്ല, ഇവന് RNA ഉള്ളൂ, എനിക്ക് DNA ഉള്ള സെല്ലുള്ളൂ. എന്താ ഈ DNA, എന്താ ഈ RNA, എന്താ സെല്ല്? നമ്മുടെ ഈ മസ്തിഷ്കം പഠിച്ചു വച്ചിരിക്കുന്ന സ്ഥൂല ലോകത്തിൻ്റെ വരകൾക്കുള്ളിൽ വരയ്ക്കാവുന്നതൊന്നും അല്ലത്. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്, ഭഗീരഥ യുദ്ധം. നമ്മുടെ ഉക്രൈൻ, റഷ്യൻ, ഇസ്രയേൽ, നെതന്യാഹു, ഹമാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈല്, ബോംബ്, പിടിച്ചുകൊണ്ട് പോക്കൽ, വെട്ടിക്കൊല്ലൽ, ബലാത്സംഗം ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇഞ്ചിനിഞ്ചി വിടാതെ രണ്ട് ശക്തികളും കുറേ പോരാടി എന്നുള്ളതാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർമാരായി 4-5 യോദ്ധാക്കളും 4-5 നേഴ്സിംഗ് സ്റ്റാഫ്സ്, അതായത് 10 പേർ സജീവമായി എന്നോട് തന്നെ ഉണ്ട്. നമുക്കൊരു കൈ നോക്കിക്കളയാവാ കളയാ. അതിന് ഉപരിയായി പ്രത്യക്ഷത്തിൽ തന്നെ ഒരു 100 പേര്. എങ്ങനെ?
മരുന്ന്, ശുചിത്വം, വെള്ളം, അങ്ങനെ തുടങ്ങി ഹൗസ് കീപ്പിങ്ങും മറ്റും തുടങ്ങിയുള്ള ഒരു 10-100 പേര്. അങ്ങനെ 100-125 ആളുകളാണ് എന്നെ ആ യുദ്ധത്തിൽ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു വലിയ കെട്ടിടം, അതിനകത്തെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും, ഇന്നലെ വരെ ഇല്ലാത്ത എല്ലാം, ഇന്നലെ മുത്തിനു വരെ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ എൻ്റെ ആയുധശാലയിലെ മുത്തുമണികളായി നിന്നുകൊണ്ട് ഈ കാണാൻ പാടില്ലാത്ത ഈ വൈറസിനെ പിടിച്ചു കെട്ടി അവനെ ഒന്ന് തോപ്പിച്ചെടുക്കാൻ ഇപ്പോഴും തോറ്റുപോയിട്ടില്ല കേട്ടോ. ആശാൻ കൂടെയുണ്ട്, കണ്ടോണ്ടിരിക്കണം. നീ പറയാ, ഞാൻ ഒരു കൈ നോക്കട്ടെ. ഞങ്ങൾ വിടില്ലടോ. ഒരു ആത്മധൈര്യം ഇപ്പം കിട്ടി. അങ്ങനെ ഒരു പട, തോൽക്കാൻ മനസ്സില്ലാത്ത ഫ്ലൂ പതുക്കെ പത്തി മടക്കി. ഇന്നലെ രാത്രി വരെ, മെനിയാന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഡോക്ടർ വന്ന് പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ കൊള്ളില്ല, ഒരു കാര്യം ചെയ്യൂ, നിരന്തരമായ എന്താ പറയുക, സിറിഞ്ചിലൂടെ മരുന്നിറക്കുണ്ടല്ലോ, ആ പേര് പെട്ടെന്ന് വരുന്നില്ല, IV ഫ്ലൂയിഡ്, നിരന്തരമായി ഒരിടതടവില്ലാതെ, അതിലൂടെയാണ് ആൻറ്റിബയോട്ടിക്. ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അതിനു മുമ്പ് ആൻറ്റി വൈറൽ മരുന്നുകളായിരുന്നു. ഈ ഫ്ലൂ എ കണ്ടതിന് ശേഷം അതിൻ്റെ പെർട്ടിക്കുലർ മരുന്ന്. അങ്ങനെ നിരന്തരമായൊരു യുദ്ധത്തിനൊടുവിൽ അതിനിടയ്ക്ക് 1-2 സംഭവം കൂടി ചുരുക്കാൻ പോകും. ഈ കയ്യിൽ കുത്തിവെച്ച് ബാൻഡൊക്കെ പൊട്ടിച്ച് അതിലാണ് ഈ സാമാന്യനെ കുത്തി ഫ്ലൂഡ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് അല്പസമയത്തേക്ക് റെസ്റ്റ്. വീണ്ടും ഇതൊന്ന് തുറക്കാൻ നോക്കി, തുറക്കാൻ പറ്റിയില്ല. നഴ്സസൊക്കെ വന്ന് നെക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി, ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയൊക്കെ തുറന്ന് വീണ്ടും ഫ്ലൂഡ് കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു തക്കാളി പോലെ ആയിത്തീർന്നു കൈ. മിസ്പ്ലേസ് ആയിപ്പോയി ഇടയിൽ. അത് ഈ മുറുക്കി പിടിച്ച നേഴ്സിൻ്റെ ബലപ്രയോഗം കാരണം, അല്ലാതെയും പറ്റില്ല. പിന്നെ എന്ത് ചെയ്തു, അതിനെ ഊരി മാറ്റി ഇത് വെള്ളം കൊണ്ട് തണുപ്പിച്ച് മാറ്റാനായിട്ട് ഒരു കൈ അങ്ങനെ തൽക്കാലത്തേക്ക് കോൾഡ് സ്റ്റോറേജിലേക്ക് കൈ. പിന്നെ ഈ കൈയാണ്. ഈ കൈയിൽ ഇവിടെ കുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മറ്റൊരു നേഴ്സാണ്. കുത്തെന്ന് വെച്ചാൽ ഒരു 1-1.5 കുത്താണ്. കുത്തിയിട്ടും വെയിൻ കിട്ടുന്നില്ല. അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച്. മറ്റത് കുത്തിയപ്പോൾ വളരെ നിസ്സാരമായിരുന്നു. അപ്പം എനിക്ക് ഒരു അനുഭവത്തിൽ പറയുകയാണ്, പൂർണ്ണമായും ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. ഈ ഓരോ നീഡിലും കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ സാമർഥ്യവും സൂക്ഷ്മതയും നമ്മുടെ വേദനയെ കുറയ്ക്കാൻ സഹായിക്കുമെന്നൊരു തോന്നലെനിക്കുണ്ട്. ഇപ്പം ഇൻസുലിൻ്റെ നീഡിൽ അത് പലരും കുത്തുമ്പോൾ പല വേദനയാണ് കേട്ടോ. പല ഇഞ്ചക്ഷനും പലരും എടുക്കും, വേദനയാണ്. ഈ വൈനിൽ നിന്ന് ബ്ലഡ് എടുക്കാനുള്ള അതിലും അങ്ങനെയാണ്, എനിക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് കുത്തി ആകാം, പക്ഷെ പറ്റിയില്ല. അത് കുത്തി വെച്ചിട്ടും സാമാനം ഇറങ്ങി വരുന്നില്ല, ഫ്ലൂഡ് ഇറങ്ങി വരുന്നില്ല. അവരെന്ത് ചെയ്തു, പിന്നീട് ഇതിലേക്ക് മാറ്റി. ഞാനല്ലായിരുന്നുവെങ്കിൽ ആ പാവം നേഴ്സിനെ കണ്ടമാനം അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ശരിക്കും ശകാരിച്ചാണ്. പക്ഷെ എനിക്ക് ശകാരിക്കാൻ തോന്നാത്തതിന് കാരണം ഈ ശക്തമായ പടയാളികളിൽ ഒരു ചെറിയ പടയാളിയുടെ ഒരു വീഴ്ച, അത് സഹിക്കാവുന്നൊരു വീഴ്ച. പോട്ട് മോനെ, സാരമില്ല, ഡോണ്ട് വറി. ഇത് കണ്ട് ഫ്ലൂയെ ചിരിക്കുമായിരിക്കും. എടാ നിന്റെ അവിടെ, നീ ചിരിക്കാൻ വരട്ടെ മോനെ. പിന്നെ അത് സക്സസ്ഫുള്ളായി.
പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത് വരെ, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വേലയിൽ ഇവൻ്റെ ഇങ്ങനെയുള്ള നിർത്താതെയുള്ള നിരന്തര പ്രവാഹത്തിൽ ഫ്ലൂയെ തീരുമാനിച്ചു പത്തി മടക്കി പോയേ പറ്റൂ. ഇവന്മാർ വിട്ട ലക്ഷണമില്ല. ഇതിൽ അവൻ ഇന്നലെ എന്നെ ഉറങ്ങാൻ വിട്ടു. ഒന്ന് കിടക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ട ഒരു ചിന്ത, ഒരു മരുഭൂമിയുടെ താഴ്വര, മണലൊക്കെ ഇങ്ങനെ ഇളകി വന്ന് ഒഴുകി നമ്മുടെ ലാവ ഒഴുകുന്നത് പോലെ, ചൂടുന്ന പോലെ കേട്ടോ. അത് ചില ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് ഉറങ്ങി. പിന്നെ മൂത്രമൊഴിക്കാൻ എണീറ്റു. അങ്ങനെ എന്തായാലും അങ്ങനെ 2 ദിവസത്തെ പിന്നെ ഫുഡ് കിട്ടാനായിട്ടുള്ള താമസം വളരെ പ്രശ്നമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അവിടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തിരക്കുമായി ബന്ധപ്പെട്ടാണ്. വലിയൊരു കെട്ടിടമാണ്, ഒരുപാട് മുറികൾ, ഒരുപാട് അന്തേവാസികൾ, അവർക്ക് ആവശ്യമായ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ, അതെത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും എന്താ പറയുക പ്രയാസവും. ഫുഡ് ഓർഡർ ചെയ്താൽ 1 മണിക്കൂർ, ഒരു ചായ ഓർഡർ ചെയ്താലും 1 മണിക്കൂറാണ് കേട്ടോ. ഇവിടെ നിസ്സാരമായ കാര്യമാണ്. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഒരു 78-80 കാലഘട്ടങ്ങളിലൊക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു പേടി സ്വപ്നമുണ്ട്. ഞാൻ ഇവിടെ വന്ന് രോഗബാധിതനായി കിടക്കണമല്ലോ. അവിടുത്തെ ഡോക്ടർമാരെ പേടിച്ചിട്ടല്ല, 1-ാം നമ്പർ ഡോക്ടർമാരാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ളത് അവിടുത്തെ മൂത്രപ്പുരയും കക്കൂസുമാണ്. ഞാൻ പല പ്രാവശ്യം പല ആവശ്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ നമ്മുടെ മുത്തിൻ്റെ നരകം ഇതിനേക്കാൾ എത്രയോ ഭേദം. നമ്മുടെ ആളുകൾ ശുചിമുറി പോലും കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകൾ സ്വിച്ചെല്ലാം കേടാക്കും, ബെഡ്ഷീറ്റെല്ലാം നശിപ്പിക്കും, കട്ടിലൊക്കെ മുറിച്ച് നാശമാക്കി അടുത്തവനത് ഉപയോഗിക്കേണ്ടതാണ്. ഞാനും ഇനി വരാൻ അങ്ങനെ ഒരു ധാരണയേ ഇല്ലാത്ത ആളുകളാണ്. അറിയാത്തത് കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാത്തത് കൊണ്ടോ ഒരു എന്താ പറയുക ഒരു കോമൺ സെൻസ് വിദ്യാലയങ്ങളിൽ നൽകേണ്ട കാര്യം, പ്രത്യേകിച്ച് ശുചിത്വ കോമൺ സെൻസ്, ഒരു ട്രാഫിക് കോമൺ സെൻസ് പോലെ ശുചിത്വാലയങ്ങളെ എങ്ങനെ ശുചിത്വമായി മറ്റുള്ളവർക്ക് കൂടി ആയി ജനാധിപത്യപരമായി നമ്മൾ കൈകാര്യം ചെയ്യണം. മെഡിക്കൽ കോളേജ് പേടി, MCH പേടി എനിക്ക് ഇന്നലെ ഇല്ല. 48,000 കോടി രൂപയ്ക്കാണ് സഹദുള്ള കിംസ് അമേരിക്കൻ കമ്പനിക്ക് ഈ സ്ഥാപനം മാറിക്കൊടുത്തു വിറ്റം. 4,800 കോടി രൂപയുടെ ആസ്ഥാനത്ത് കിടന്നിട്ടാണ്, അതായത് 4,800 കോടിയുടെ കട്ടിലിൽ കിടന്നിട്ടാണ് ഞാൻ എത്രയ്ക്കാ ഇൻഷുറൻസ് 47,000 രൂപ ആകെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടി വന്നത് 40 രൂപ. ബാക്കിയെല്ലാം ഇൻഷുറൻസ് കമ്പനി ഉടനെ തന്നെ ക്ലെയിം തന്നു. പിന്നെ അല്ലാതെ ഒരു 7,500 രൂപ കയ്യിൽ നിന്ന് ചിലവായി. ഫുഡിന് ഒരു 2,500 രൂപ കൂടി ചിലവായി. അപ്പം 48,000 രൂപയുടെ MCH മൂത്രപ്പേടി, 48,000 കട്ടിൽ ഞാൻ തുലനം ചെയ്തേ ഉള്ളൂ. പക്ഷേ എൻ്റെ വരുമാനം ഇടിഞ്ഞ ഇന്നത്തെ അവസ്ഥയില്ലെങ്കിൽ 50,000 രൂപയാണ് ഞാൻ പ്രീമിയം അടയ്ക്കുന്നത്. അതെങ്ങനെങ്കിലും അടയ്ക്കാൻ പറ്റാത്തവർ അടയ്ക്കാൻ ശ്രമിക്കുക, തെണ്ടിയെങ്കിലും അടയ്ക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ചികിത്സിച്ച ഒരു ഡോക്ടർ ഹരി എന്നാണ്. അത് പറയാൻ കാരണം
നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് ഇത് പറയുക. അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാണ്ട് തടിച്ച ശരീരമാണ്. അമിതാഹാരം കൊണ്ടേ ആയിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഹെറിഡിറ്റി ആയിരിക്കും. ഇത്തരം ആളുകൾ ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാരും സമർത്ഥകരുമായ എന്താ പറയുക ഡോക്ടർമാരുമായി പടയോടുകൂടി വന്ന് അവർ നിന്ന് എൻ്റെ ശത്രുവിനെ പൊരുതാൻ എന്നോട് തോളോട് തോൾ ചേർന്ന് നിന്ന് എന്നെ ഒരു കളഞ്ചി പോലും ബുദ്ധിമുട്ടിക്കാതെ. ഹരിയോട് വല്ലാത്തൊരു സ്നേഹമാണ്. ഇത് ചികിത്സിക്കുന്ന ഏത് ഡോക്ടറോടും ഒരു രോഗിക്ക് തോന്നാവുന്ന ഒരു രീതിയാണ്. അദ്ദേഹത്തിൻ്റെ മികവുറ്റ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. യു സെലക്ട് യുവർ ഓൺ ഫിസിഷ്യൻ. അങ്ങനെ പലരും പറഞ്ഞ് ഞാൻ പോയിട്ടുള്ളതൊക്കെ മോശമായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഹരി മോശമായിരിക്കും, പക്ഷെ എനിക്കല്ല. എൻ്റെ മകൻ പണ്ടൊരു അവസ്ഥയിൽ ഇതുപോലെ പോയപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കിയ ആ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ തടിച്ച ശരീരം എന്നെ വേവലാതിപ്പെടുത്തി. ഇത്രയൊക്കെ എനിക്ക് തൽക്കാലം പറയാനുണ്ട്. പറയാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. കുറേ അനുഭവങ്ങളിൽ നിന്ന് ആശയങ്ങളുണ്ടാക്കി നിങ്ങളോട് പങ്കുവച്ചു. താങ്ക് യു. വീണ്ടും കാണാം. സംസാരത്തിൽ പഴയ ഔത്സുക്യമില്ലാത്തതിന് കാരണം ഇതിനകത്ത് കിടന്ന് യാത്ര പുറപ്പെടാനുള്ള തയ്യാറിലാണ്. അവൻ പോട്ടെ. അപ്പം ഞാൻ പഴയതുപോലെ സംസാരിക്കുമായിരിക്കും. താങ്ക് യു. ഗുഡ് ബൈ.